വേദപ്രയാഗ് മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെയും ഒരെണ്ണം ഔദ്യോഗികമായിട്ട് നടന്നു പമ്പയിൽ. അതിനുശേഷം അടുത്തത് ഇങ്ങ് പന്തളത്ത് വിശ്വാസികളുടെ ഭാഗമായിട്ട് നടന്നു. വന്ന ജനങ്ങളുടെയും ഭക്തജനങ്ങളുടെയും എണ്ണത്തിലൊക്കെ വലിയ പെരുപ്പിക്കലും കാര്യങ്ങളൊക്കെ കണ്ടു എങ്കിൽ തന്നെയും നമ്മളതിനകത്ത് ആഗ്രഹിക്കുന്ന കാര്യം ഒരു മണ്ഡലക്കാലം വ്രതമെടുത്ത് സർവശുദ്ധിയോടു കൂടിയിട്ട് മല കയറാനെത്തുന്ന അയ്യപ്പസ്വാമിയുടെ ഭക്തജനങ്ങൾക്ക് അവിടെ കിട്ടേണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങളും അവൻ്റെ തീർത്ഥാടനത്തിന് ആവശ്യമായിട്ടുള്ള സുഖങ്ങളും അതിനുള്ള സൗകര്യങ്ങളും അവിടെ കിട്ടുക എന്നുള്ളതാണ് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടുന്ന ചർച്ചകൾ AC ഹാളിലിരുന്നിട്ടോ ലക്ഷക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് തങ്ങളുടെ പ്രമാണിത്വം കാണിക്കാൻ വേണ്ടിയിട്ടോ നടത്തിക്കൊണ്ട് കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ കാരുണ്യത്തിനായി ഇരന്നു നിൽക്കുന്ന ഓരോ പൗരൻ്റെയും മുന്നിലേക്ക് അയ്യപ്പസ്വാമി കനിഞ്ഞരുളി കൊടുക്കുന്ന ആ നെയ്യുടെ പവിത്രത പോലെ ഓരോ പവിത്രമായ മനസ്സിൽ നിന്നും വേണം അങ്ങനെയുള്ള തീരുമാനങ്ങളെത്താൻ. അവിടെ ഉണ്ടാക്കുന്ന സൗകര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭം അടിച്ചു മാറ്റാൻ തയ്യാറായി നിൽക്കുന്ന താപ്പാനകളുടെ കൂട്ടമായി മാറരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ വാഹനം ഇങ്ങ് കാടിറങ്ങി വരും. നിങ്ങളുടെ മനസ്സിനെ ഗ്രഹിച്ചിട്ടുള്ള ആ കാട്ടാളത്തെ വലിച്ച് കീറുവാനായി. അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന നാടാണ് നമ്മുടേത്. ഇനിയും അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഭഗവാനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ മഹാബാഹു ശാസ്തേ തുഭ്യം നമോ നമഃ.